ഇരുട്ടുവാൻ തുടങ്ങി, നീ വീട്ടിലേക്കു ചെല്ല്. എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കണ്? മാൾട്ടി: ഇന്ന് പഞ്ചമിയാണ്, നാളെ കാർത്തിക. നിലാവ് ഉദിച്ച ശേഷം വീട്ടിൽ പോണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇതാപ്പോ നന്നായത്. നിനക്കെന്താ പറ്റിയത്? നൊസ്സായോ? ബിന്ദു നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്ന് ബഹളം വയ്ക്കും. ചെല്ല്, വീട്ടിൽ പോവാൻ നോക്ക്. മാൾട്ടി: നൊസ്സെന്ന് പുച്ഛിക്കരുത്. എന്റെ സിരകളിൽ ഉന്മാദം പടരുകയാണ്. അവന്റെ സംഗീതം എന്റെ മനസ്സിൽ നിലാവുപോലെ പടരുന്നു. നിങ്ങളത് കേൾക്കുന്നില്ലേ? ഞാൻ പ്രത്യേകിച്ചൊന്നും കേൾക്കുന്നില്ല. മാൾട്ടി: പ്രായമാവുമ്പോൾ ആ സംഗീതം അനുഭവിക്കാനുള്ള സിദ്ധി കൈമോശം വരും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മാൾട്ടി: ചോദിക്കാം. നിന്റെ മെന്റൽ ഹെൽത്ത് മോശമായിരിക്കുന്നു. നമുക്ക് നാളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയാലോ? നീ റെഡിയാണോ? മാൾട്ടി: മാവ് പൂക്കുന്നതും പൂമണം പരക്കുന്നതും കുയിലു പാടുന്നതും ഭൂമിയിൽ സംഗീതം പടരുന്നതും ഏതോ രോഗം മൂലമാണെന്ന് നിങ്ങൾ പറയുന്ന കാലം വിദൂരമല്ല. അതും സമ്മതിക്കാം. നീ ഇപ്പോൾ വീട്ടിലേക്കു ചെല്ല്, രാത്രിയാവുന്നു. മാൾട്ടി: നിങ്ങളെപ്പോലുള്ള ശിലാഹൃദയരായ മനുഷ്യരാണ് ഈ ലോകത്തെ നരകമാക്കുന്നത്. ഞാൻ അവന്റെ സംഗീതം കേൾക്കുന്നു. എന്നെ എന്റെ പാട്ടിന് വിടൂ. അങ്ങനെ രാത്രിയായി. ചീവീടുകൾ ഒച്ചവെക്കാനും നത്തുകൾ ഒത്തുമൂളാനും തുടങ്ങുന്നു.